ഹായ് ഓൾ, വെൽക്കം ടു കെമിക്കൽ സയൻസ് അക്കാഡമി. കെമിക്കൽ സയൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ റിവിഷൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ബയോഓർഗാനിക് കെമിസ്ട്രി ആണ് അല്ലേ. സോ നിങ്ങൾക്കറിയാം ബയോഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ മൊഡ്യൂൾ 2-നകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് മൊഡ്യൂൾ 2-നകത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോർഡിനേഷൻ കെമിസ്ട്രി, ദെൻ ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പി, ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി ആൻഡ് ബയോഓർഗാനിക് കെമിസ്ട്രി, ഇത്രയുമാണ് ആ ഒരു മൊഡ്യൂൾ 2-നകത്ത് വരുന്നത്. 8 മാർക്കാണ് നിങ്ങൾക്കറിയാം മൊഡ്യൂൾ 2-നകത്തൊന്ന് ചോദിക്കാനായിട്ട് പോവാം. ഓക്കെ, സോ മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് വരെ, മാക്സിമം 3 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. മിനിമം 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ബയോഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ നടന്ന എക്സാമുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം ഇനോർഗാനിക് ഹൈലി സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ബയോഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ സിലബസ് നോക്കുക. സിലബസ് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് നമ്മുടെ ക്ലാസ്സിനകത്ത് കറക്റ്റ് ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ക്ലാസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് റോൾ ആൻഡ് എഫക്ട്സ്. കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ റിവിഷൻ്റെ പാർട്ടായിട്ട് ആദ്യം കവറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിൻ്റെ ആദ്യം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എസെൻഷ്യൽ ആൻഡ് ട്രൈസ് മെറ്റൽസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം അല്ലേ. സോ നിങ്ങൾക്കറിയാം മെറ്റൽസിനെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് അൾട്രാ ട്രൈസ് എലമെന്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതിനകത്ത് വരുന്ന ഏതൊക്കെ മെറ്റൽ സിസ്റ്റംസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റൽസ് ആണ്, ഏതൊക്കെ എലമെന്റ്സ് ആണ്, ദെൻ അവരുടെ റോള് നിങ്ങൾ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത് അയൺ, കാൽസ്യം, കോപ്പർ, ദെൻ ലിഥിയം, അലൂമിനിയം, മഗ്നീഷ്യം ആണ്. സോ ബേസിക്കലി ആ ഒരു പർട്ടിക്കുലർ മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ ബയോളജിക്കൽ എന്തെങ്കിലും യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ, ബയോളജിക്കൽ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ, എന്തെങ്കിലും ഡെഫിഷ്യൻസി, അവർ മൂലം എന്തെങ്കിലും ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇപ്പം ലിഥിയത്തിൻ്റെ കേസ് നിങ്ങൾക്കറിയാം. ലിഥിയം നമ്മൾ അതിൻ്റെ മെഡിസിനൽ യൂസ് എന്ന് പറയുന്നത് ഡിപ്രഷൻ ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ആണ് ലിഥിയം എന്ന് പറയുന്നത്. ദെൻ അലൂമിനിയം, നിങ്ങൾക്കറിയാം അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ജലൂസിനകത്തൊക്കെ ഉള്ള ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് ആൻറ്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ആ മെറ്റലുമായിട്ട്, ആ എലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് മാത്രമേ നമ്മൾ ഇതിനകത്തൊന്ന് കവറപ്പ് ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് അല്ലേ, സോഡിയം പൊട്ടാസ്യം പമ്പിനകത്ത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ഉണ്ട്. ഈ 2 സിസ്റ്റത്തിനകത്ത് എക്സ്ട്രാ സെല്ലുലാർ ആയിക്കോട്ടെ ഇൻട്രാ സെല്ലുലാർ ആയിക്കോട്ടെ അവിടെ ഏതിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ, സോഡിയത്തിനാണോ പൊട്ടാസ്യത്തിനാണോ, ദെൻ സോഡിയം പുറത്തേക്കാണോ പോകുന്നത്, അകത്തേക്കാണോ പോകുന്നത്, എത്ര ATP ആണ് വരുന്നത്, തുടങ്ങിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കവറപ്പ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ പറയുന്ന പർട്ടിക്കുലർ ടോപ്പിക്സിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നൈട്രജൻ ഫിക്സേഷൻ ഫോട്ടോസിന്തസിസ് അല്ലെ, നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്, അതിനകത്തൊന്നും കുറച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് കുറച്ച് എസെൻഷ്യൽ ആ ഒരു ഫസ്റ്റ് പാർട്ടിലെ കുറച്ച് കാര്യങ്ങളൊന്ന് ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ഈ ഒരു പോയിന്റുകൾ മാത്രം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സോ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ പറയുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ മെറ്റൽസിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. മാക്രോ ന്യൂട്രിയൻസ്, ദെൻ ട്രൈസ് അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് ആൻഡ് അൾട്രാ ട്രൈസ് എന്നുള്ള ഒരു 3 ക്ലാസിഫിക്കേഷൻ. സോ ഓരോന്നിലും വരുന്ന ആ ഒരു മെറ്റൽസ് ഏതാണെന്ന് ഓർത്തിരിക്കുക, അവരുടെ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ മാക്രോ ന്യൂട്രിയൻസിന്റെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ തന്നെ. സോ ഓരോരുത്തർക്കും ഓരോ പർട്ടിക്കുലർ ഫംഗ്ഷൻസ് ആണുള്ളത് അല്ലേ. സോ ഓസ്മോട്ടിക് ബാലൻസ്, ദെൻ മസിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ കാൽസ്യം ഉണ്ട്, ദെൻ ഇമ്പൾസ് അല്ലെ, നെർവ് ട്രാൻഷൻ ഉണ്ട്. സോ ബേസിക്കലി നമുക്കറിയേണ്ടത് മാക്രോ ന്യൂട്രിയൻസിനകത്ത് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ദെൻ ട്രൈസ് എലമെന്റ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറി. അതിനകത്ത് നിങ്ങൾ നോക്കുക അയൺ, കോപ്പർ, സിങ്ക്, മാംഗനീസ്, കൊബാൾട്ട് തുടങ്ങിയ ആൾക്കാരൊക്കെയാണ്. സോ അതിനകത്ത് കുറച്ച് മെറ്റൽ എൻസൈംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ദെൻ അൾട്രാ ട്രൈസിനകത്ത് വരുന്ന ആൾക്കാരാണ് ലിഥിയം, അലുമിനിയം ഒക്കെ. സോ ഈ അൾട്രാ ട്രൈസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ടോക്സിക് ആയിട്ട് മാറും. ഓക്കെ, സോ ആ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ താഴെ മാത്രം നമുക്ക് അവരെ ആവശ്യമുള്ളൂ. അതിന് മുകളിൽ വന്നാൽ അവർ എന്തായിട്ട് മാറും, ടോക്സിക് ആയിട്ടും അവർ മാറും. ഓക്കെ, സോ ആ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസിൽ പറഞ്ഞു പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽസിന്റെ റോള് നമ്മൾ മനസ്സിലാക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ അയൺ ആണ്. അയണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിസ്റ്റംസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അയൺ എവിടെയാണോ വരുന്നത്, അയാളുടെ ഓക്സിഡേറ്റീവ്
ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. +2 ആണോ, +3 ആണോ, ലോ സ്പിൻ ആണോ, ഹൈ സ്പിൻ ആണോ, അത് നിങ്ങൾ നോക്കണം. ദെൻ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, സൈറ്റോക്രോംസ്, ഈ 3 സിസ്റ്റത്തിനകത്ത് അയൺ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം മെറ്റലോ പോർഫിയറിനകത്ത് മെറ്റൽ അയൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹീം എന്നാണ് വിളിക്കുക, അല്ലെ, ഹീം യൂണിറ്റ് എന്നാണ് വിളിക്കുക. സോ ഈ ഹീം യൂണിറ്റിനകത്തുള്ള ആൾ അയൺ ആണ്. സോ ആ ഒരു പർട്ടിക്കുലർ ഓരോ സിസ്റ്റത്തിനകത്തും അയണിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ റോൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ കീ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഓക്സിജൻ സ്റ്റോറേജ്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഒക്കെ തന്നെയാണ് കീ ഫംഗ്ഷനായിട്ട് വരിക. അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അയണിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. നെക്സ്റ്റ് കാൽസ്യം. കാൽസ്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം, കാൽസ്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കാൽസ്യത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മസിൽ കോൺട്രാക്ഷൻ, അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ബയോളജിക്കൽ റോൾ എന്ന് പറയുന്നത് സിഗ്നൽ ട്രാൻസ്ഡ്യൂഷൻ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്, സെക്കൻഡറി മെസ്സഞ്ചർ നമ്മൾ കാൽസ്യത്തെ വിളിക്കാറുണ്ട്, അല്ലേ. സോ ഡെഫിഷ്യൻസി എന്താണെന്ന് ഓർത്തിരിക്കുക. ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ്. ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒത്തിരി ക്യാമറ ഇതിനെക്കുറിച്ച് പറയാനാണ് കുറേ അധികം കാര്യങ്ങളുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, എന്താണ് ഫംഗ്ഷൻ, ഓക്കെ, അയാൾ ഏത് ഫോമിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എന്താണ് അത് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി, നമ്മളെ സംബന്ധിച്ച് അത്രയും മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്രയും മതി. നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് അതിനകത്തൊന്ന് മനസ്സിലാവും ഇതാണ് അവർ എക്സാമിൽ ചോദിക്കുക. ഓക്കെ, അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് മഗ്നീഷ്യം ആണ്. സോ മഗ്നീഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ATP സ്റ്റെബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസിന്തസിന്റെ സമയത്ത് ആ ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫില്ലിൽ ക്ലോറിൻ റിങ്ങിനകത്ത് ആരുണ്ട്, മഗ്നീഷ്യം ഉണ്ട്. Mg2 പോസിറ്റീവ് ആയിട്ടാണ് മഗ്നീഷ്യം അവിടെ ഇരിക്കുന്നത്. സോ മഗ്നീഷ്യത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ ലിഥിയം ആൻഡ് അലൂമിനിയം ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ലിഥിയം എന്ന് പറയുന്നത് ഒരു അൾട്രാ ട്രൈസ് ആയിട്ടുള്ള ആ ഒരു കാറ്റഗറി വരുന്ന ആളാണ്. സോ മെയിൻലി അയാൾ നോൺ എസെൻഷ്യൽ മെറ്റൽ തന്നെയാണ്. സോ ഇയാൾ ചില ന്യൂറോടോക്സിക് ആണ്. ഞാൻ പറഞ്ഞ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ അയാൾ എന്തായിട്ട് മാറും, ന്യൂറോടോക്സിക് ആയിട്ട് മാറും. ദെൻ അലൂമിനിയം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ന്യൂറോളജിക്കൽ റെഗുലേഷൻ, അതുപോലെ തന്നെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലൂമിനിയത്തിനെയും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അയണ്, കാൽസ്യം, കോപ്പർ, മഗ്നീഷ്യം, ലിഥിയം ആൻഡ് അലൂമിനിയം, അവരുടെ ഫംഗ്ഷൻ എന്താണ്, അവരുടെ ഒരു പർട്ടിക്കുലർ ഏത് സിസ്റ്റമായിട്ടാണ് അവർ ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ ഞാൻ ഇതൊരു മോഡൽ കാണിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ പോയിന്റ് പറയുന്ന സമയത്ത് ഈ ഒരു ഫോമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കണം. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങളുടെ സിലബസിനകത്ത് പറയുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോട്ടോ സിസ്റ്റംസിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ. ഫോട്ടോ സിന്തസിസിനകത്ത് വരുന്ന 2 സിസ്റ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫോട്ടോ സിസ്റ്റം 2ഉം അതുപോലെ തന്നെ ഫോട്ടോ സിസ്റ്റം 1ഉം. നമ്മളൊരു വലിയ ഫ്ലോ ചാർട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അല്ലേ. ഫോട്ടോ സിസ്റ്റം 2ൽ നിന്ന് എങ്ങനെയാണ് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങി ഫോട്ടോ സിസ്റ്റം 1ലേക്ക് വരുന്നതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ആ ഒരു അതിനിടയ്ക്ക് വരുന്ന ആൾക്കാരുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഫോട്ടോ സിസ്റ്റം 2ഉം ഫോട്ടോ സിസ്റ്റം 1ലും ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അത് നടക്കുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഓക്കെ, നമ്മൾ ഫോട്ടോ സിസ്റ്റം 2വിനെ നമ്മൾ P680 എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം അബ്സോർഷൻ എന്ന് പറയുന്നത് എന്താണ് 680 നാനോമീറ്ററിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ 680 എന്ന് വിളിക്കുന്നത്. സോ ഫോട്ടോ സിസ്റ്റം 2വിനെ നമ്മൾ P680 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. മെയിൻ ആയിട്ട് വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ് ഫോട്ടോ സിസ്റ്റം 2വിനകത്ത് നടക്കാനായിട്ട് പോവുക. ഇവിടെ ഒരു പർട്ടിക്കുലർ മെറ്റൽ വരുന്നുണ്ട്, നിങ്ങൾ പഠിച്ചു Mn ക്ലസ്റ്റർ, അല്ലെ. Mn4 ക്ലസ്റ്റർ ആണ് ഇവിടെ വരുന്ന ആ ഒരു പർട്ടിക്കുലർ മെറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ Mn4 ക്ലസ്റ്റർ ആണ് വാട്ടർ സ്പ്ലിറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഫോട്ടോ സിസ്റ്റം 2വിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽ ഏതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു റോള് വഹിക്കുന്ന മെറ്റൽ ഏതാണെന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഏതാണ്, നമ്മുടെ Mn ആണ്, അല്ലെ. മാംഗനീസ് ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു മെറ്റൽ എന്ന് പറയുന്നത്. ദെൻ ഫോട്ടോ സിസ്റ്റം 1നെ നമ്മൾ P700 എന്നാണ് വിളിക്കുന്നത്. കാരണം 700 നാനോമീറ്ററിലാണ് അതിന്റെ അബ്സോർബൻസ് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് P700 എന്ന് അതിനെ വിളിക്കുക. ദെൻ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NADPH ആണ്. എന്താണ് NADPH? NADPH എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ഓഫ് എനർജിയാണ്, അല്ലെ. എനർജിയുടെ സോഴ്സ് ആണ് എന്ന് പറയുന്നത് NADPH എന്ന് പറയുന്നത്, അല്ലെ. NADPH എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് എനർജിയാണ്, അല്ലെ. സോഴ്സ് ഓഫ് എനർജിയാണ്. ഓക്കെ, സോ ഫോട്ടോ സിസ്റ്റം 1ൽ എന്താ സംഭവിക്കുന്നത്, വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. ഫോട്ടോ സിസ്റ്റം 2വിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഫോട്ടോ സിസ്റ്റം 2വിനകത്ത് NADPHും ഫോട്ടോ സിസ്റ്റം 2വിനകത്ത് വാട്ടർ സ്പ്ലിറ്റിംഗും ഫോട്ടോ സിസ്റ്റം 1നകത്ത് NADPHന്റെ ഫോർമേഷനുമാണ് നടക്കുന്നത്. ഓക്കെ, ഇത് അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫോട്ടോ സിസ്റ്റം 2വിനകത്ത് എന്താ നടക്കുന്നത്, ഫോട്ടോ സിസ്റ്റം 1നകത്ത് എന്താ നടക്കുന്നത്. ഫോട്ടോ സിസ്റ്റം 2 ആയിട്ട് ബന്ധപ്പെട്ട ഒരു മെറ്റലിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, Mn, അല്ലെ. Mn4 ക്ലസ്റ്റർ എന്നാണ് എന്നെ വിളിക്കുക. ഇവിടെ നിങ്ങൾക്ക് Mn4 ആണ്, 4 Mn ഉണ്ട്. അതിനകത്ത് 3 Mn എന്ന് പറയുന്നത് Mn എന്ന് പറയുന്നത് +2 ഫോമിലായിരിക്കും. അതിനകത്ത് ഒരു Mn എന്ന് പറയുന്നത് +3 ഫോമിലായിരിക്കും ഉണ്ടാകാനായിട്ട് പോകും. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഡയറക്റ്റ്ലി ചോദിക്കാം, ക്വസ്റ്റ്യൻസിനകത്തൊന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഫോട്ടോ സിസ്റ്റം 1ൽ എന്താണ്, ഫോട്ടോ സിസ്റ്റം 2ൽ എന്താണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ,
സോ നമ്മൾ നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ HST കെമിസ്ട്രിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്താണെന്ന് നോക്കുക. നിങ്ങൾക്കറിയാം ഇനോർഗാനിക്കിൽ നിന്ന് പൊതുവേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, സോ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു റിവിഷൻ സീരീസിനകത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനകത്ത് ഞാൻ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ HSTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ്, സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, CSIR നെറ്റിൻ്റെ ബി പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗേറ്റിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഞാൻ ഈ ഒരു പർട്ടിക്കുലർ റിവിഷൻ സീരീസിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഫോൾസ് റിഗാർഡിംഗ് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിനെ കുറിച്ചും മയോഗ്ലോബിനെ കുറിച്ചും കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ ആർ ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീൻസ്. നിങ്ങൾക്കറിയാം ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും എന്ത് തന്നെയാണ്? ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീൻസ് ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 4 times ദാറ്റ് ഓഫ് മയോഗ്ലോബിൻ അല്ലേ? നിങ്ങൾക്കറിയാം ഹീമോഗ്ലോബിൻ ടെട്രാമെറിക് ആണ്, മയോഗ്ലോബിൻ എന്ന് പറയുന്നത് മോണോമെറിക് ആണ്. അപ്പം നിങ്ങൾക്കറിയാം 4 മയോഗ്ലോബിൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഹീമോഗ്ലോബിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ മയോഗ്ലോബിനെ പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും അതിന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അപ്രോക്സിമേറ്റ്ലി 4 times ആയിരിക്കും അല്ലേ? സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് നോക്കുക. ബോത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ എക്സിബിറ്റ് കോപ്പറേറ്റീവ് ബൈൻഡിങ് വിത്ത് എന്താണ്? ഓക്സിജൻ. ആണോ? നമ്മൾ കോപ്പറേറ്റീവ് ബൈൻഡിങ് ആരുടെ കേസിലാണ് പറയുന്നത്? ഹീമോഗ്ലോബിന്റെ കേസിൽ മാത്രമേ പറയുന്നുള്ളൂ അല്ലേ? മയോഗ്ലോബിന് കോപ്പറേറ്റീവ് ബൈൻഡിങ് ഉണ്ടോ? ഇല്ല. സോ ഓർത്തിരിക്കുക, മയോഗ്ലോബിന്റെ കേസിൽ എന്തില്ല? നോ കോപ്പറേറ്റീവ് ബൈൻഡിങ് അല്ലേ? നോ കോപ്പറേറ്റീവ്. ഇവിടുത്തെ കേസിൽ നമുക്ക് കോപ്പറേറ്റീവ് ബൈൻഡിങ് ഇല്ല. ഹീമോഗ്ലോബിന്റെ കേസിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? കോപ്പറേറ്റീവ് ബൈൻഡിങ്. സോ ഹീമോഗ്ലോബിന്റെ കേസിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? കോപ്പറേറ്റിവിറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബൈൻഡിങ്. നമ്മൾ ഓക്സിജനുമായിട്ട് കോപ്പറേറ്റീവ് ബൈൻഡിങ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്, മയോഗ്ലോബിൻ അല്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കുക, ഹീമോഗ്ലോബിൻ ഈസ് ഫൗണ്ട് ഇൻ ബ്ലഡ് സ്ട്രീം വൈൽ മയോഗ്ലോബിൻ ഈസ് ഫൗണ്ട് ഇൻ മസിൽസ് അല്ലേ? സോ നിങ്ങൾക്ക് അറിയാം ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ക്യാരിയറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ലങ്സിൽ നിന്ന് ഓക്സിജനെ കളക്ട് ചെയ്യുന്നു, ബ്ലഡ് സ്ട്രീമിലൂടെ എന്ത് ചെയ്യുന്നു? അയാൾ കറങ്ങി ഈ പറയുന്ന മസിൽസിലേക്കാണ് എത്തുന്നത്. ദെൻ മസിൽസിൽ ആരിപ്പുണ്ട്? ഓക്സിജൻ സ്റ്റോർ ചെയ്യുന്ന മയോഗ്ലോബിൻ ഇരിപ്പുണ്ട് അല്ലേ? സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? ഫോൾസ് ഏതെന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഇതിനകത്ത് ഫോൾസ് ഏതാണ്? സി അല്ലേ? ആൻസർ വരുന്നത് ഏതാണ്? സി ആണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ തവണ നമ്മുടെ HST എക്സാമിന് ചോദിച്ചതാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? എത്ര സെക്കൻഡ് വേണം? 5 സെക്കൻഡ് പോലും വേണ്ട നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് അല്ലേ? സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാനായിട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ മെറ്റലോപോർഫൈറിൻസ് ലൈക്ക് ഹീം ദ സെൻട്രൽ മെറ്റൽ അയോൺ ഈസ് കോർഡിനേറ്റഡ് ബൈ. നോക്കുക, മെറ്റലോപോർഫൈറിൻസിനെ കുറിച്ചാണ് ചോദ്യം. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിനകത്ത് ആദ്യം പോർഫൈറിൻ പഠിച്ചു, അതിന്റെ സ്പെക്ട്രൽ ഡേറ്റ പഠിച്ചു, അതിനുശേഷം ഞാൻ പറഞ്ഞു അവിടെ മെറ്റൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം മെറ്റൽ ഇന്നതാകുമ്പോൾ എന്നൊക്കെ നമ്മൾ പഠിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെറ്റലോപോർഫൈറിൻ ലൈക്ക് ഹീം ദ സെൻട്രൽ മെറ്റൽ ഈസ് കോർഡിനേറ്റഡ് ടു. ഏതുമായിട്ടാണ്? ഏത് ലിഗാൻഡുമായിട്ടാണ് കോർഡിനേറ്റ് ചെയ്യുന്നുള്ളത് അല്ലേ? നിങ്ങൾക്ക് അറിയാം പോർഫൈറിനകത്ത് നമുക്ക് 4 പൈറോൾ റിംഗ് കണ്ടൻസ് ചെയ്തിട്ടാണ് പോർഫൈറിൻ റിംഗ് ഫോം ചെയ്യുന്നത്. അവിടുത്തെ ഡോണർ ആറ്റമായിട്ട് നിൽക്കുന്നത് നൈട്രജൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നോക്കുക, ഓപ്ഷൻ നോക്കുക, 2 നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആറ്റം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം, അതെന്തായാലും ആകത്തില്ല. നെക്സ്റ്റ് നോക്കുക, 4 നൈട്രജൻ ആറ്റംസ് ഇൻ സ്ക്വയർ പ്ലൈനാർ ജോമെട്രി. നോക്കിയേ, നമ്മുടെ മെറ്റൽ ഇവിടെ ഉണ്ട്, 4 എന്തുണ്ട്? നമ്മുടെ പൈറോൾ റിംഗ്സ് ഉണ്ട് അല്ലേ? 4 പൈറോൾ റിംഗ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. നോക്കുക, 4 പൈറോൾ റിംഗ്സ് ഇവിടെ ഉണ്ട്. ദെൻ ഇടയ്ക്ക് ബ്രിഡ്ജിങ് ഉണ്ട് അല്ലേ? ഇടയ്ക്ക് ബ്രിഡ്ജിങ് ഉണ്ട്. ദാ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തിരിക്കുന്നു? 4 നൈട്രജൻ ആറ്റമാണ് ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതൊരു പർട്ടിക്കുലർ സ്ക്വയർ പ്ലാനർ ജോമെട്രിയിലാണ് ഈ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? ഒരു സ്ക്വയർ പ്ലാനർ ജോമെട്രിയാണ് ഈ ഒരു കേസിൽ ഉണ്ടാകാനായിട്ട് പോവുക. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? സോ 6 നൈട്രജൻ ആറ്റം ഇൻ ഒക്ടാഹെഡ്രൽ ജോമെട്രിയിലല്ല, എന്താണ്? സ്ക്വയർ പ്ലാനർ ജോമെട്രി തന്നെയാണ്. ദെൻ 4 കാർബൺ. ഒന്നുമല്ല, കറക്റ്റ് ആൻസർ ഏതാണ്? ബി എന്ന് പറയുന്നതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ മെറ്റലോപോർഫൈറിനകത്ത് അയൺ ബോണ്ട് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ ആ ഒരു ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യുന്നത് പോർഫൈൻ റിംഗിലുള്ള നൈട്രജൻ ആണ്. 4 നൈട്രജനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? 4 നൈട്രജനുമായിട്ടാണ് അയാൾ ഈ പറയുന്ന പോലെ ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ്? ഓർത്തിരിക്കുക, ആ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റിനെ കുറിച്ച് ഓർത്തിരിക്കുക. ഹീം യൂണിറ്റ് ആണെങ്കിൽ അവിടെ ആരായിരിക്കും ഉണ്ടാകാനായിട്ട് പോവാം? Fe2 പോസിറ്റീവ് ആയിരിക്കും ഹീം യൂണിറ്റിനകത്ത് ഉണ്ടാകാനായിട്ട് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീമോഗ്ലോബിൻ ആൻഡ് ക്ലോറോഫിൽ പോർഫൈർ. നോക്കുക, ഹീമോഗ്ലോബിനെ കുറിച്ചും ക്ലോറോഫിൽ പോർഫൈറിനെ കുറിച്ചുമാണ് ചോദ്യം അല്ലേ? സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, സോ നോക്കുക, ബോത്ത് കണ്ടെയ്നിങ് Fe2 പോസിറ്റീവ് ആണോ? നമ്മുടെ ഹീമോഗ്ലോബിനകത്ത് ആരാ ഉള്ളത്? നമ്മുടെ ഹീം യൂണിറ്റ് ആണുള്ളത് അല്ലേ? ഹീം യൂണിറ്റിനകത്ത് ആരാ ഉള്ളത്? നമുക്കറിയാം Fe2 പോസിറ്റീവ് ഉണ്ട്. നോക്കി, ഇനി ക്ലോറോഫിൽ പോർഫൈറിൻ. ക്ലോറോഫിലിനകത്ത് നമുക്കറിയാം ക്ലോറിൻ റിംഗ് ആണുള്ളത് അല്ലേ? സോ ക്ലോറിൻ റിംഗിനകത്ത് ആരാ ഉള്ളത്? ക്ലോറിൻ റിംഗിനകത്ത്
നമുക്ക് ആരാണുള്ളത്? ക്ലോറിൻ റിങ്ങിനകത്ത് Mg2 പോസിറ്റീവ് ആണ് അല്ലേ. സോ രണ്ടും എന്തല്ല? Fe2 പോസിറ്റീവ് അല്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. നോക്കുക, ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻസ് Mg2 പോസിറ്റീവ് വൈൽ ക്ലോറോഫിൽ കണ്ടെയ്ൻസ് Fe2 പോസിറ്റീവ്. അത് കറക്റ്റ് ആണോ? അല്ല അല്ലേ, തിരിച്ചാ അല്ലേ. ഹീമോഗ്ലോബിനകത്ത് അല്ല Mg2 പോസിറ്റീവ് ഉള്ളത്, Fe2 പോസിറ്റീവ് ആണ് ഹീമോഗ്ലോബിനകത്തുള്ളത്. സോ ആ ഒരു ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. സോറി, റോങ് ആണ്. നെക്സ്റ്റ് സി ഓപ്ഷൻ നോക്കുക, ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻസ് Fe2 പോസിറ്റീവ് വൈൽ ക്ലോറോഫിൽ കണ്ടെയ്ൻസ് Mg2 പോസിറ്റീവ്. അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? സി ആണ് അതിനകത്തെ ആൻസർ എന്ന് പറയാനായിട്ട് പോകും. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, നമ്മുടെ ക്ലോറോഫിൽ അല്ലെങ്കിൽ ക്ലോറോഫിലിനകത്തുള്ള റിങ്ങിന്റെ പേരാണ് ക്ലോറിൻ റിംഗ് എന്നുള്ളത്. സോ ഈ ഒരു ക്ലോറിൻ റിങ്ങിനെ നമ്മൾ റെഡ്യൂസ്ഡ് പോർഫൈറിൻ റിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? റെഡ്യൂസ്ഡ് പോർഫൈറിൻ റിംഗ് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലോറിൻ റിങ്ങിനെ നമ്മൾ വിളിക്കാനായിട്ട് പോകും, റെഡ്യൂസ്ഡ് പോർഫൈറിൻ റിംഗ്. കാരണം എന്താണ്? നിങ്ങൾക്കറിയാം, പോർഫൈറിനകത്ത് നമുക്ക് 11 ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഒരു ഡബിൾ ബോണ്ട് റെഡ്യൂസ് ചെയ്തിട്ട് 10 ഡബിൾ ബോണ്ട് ഉള്ള സിസ്റ്റമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ക്ലോറിൻ റിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? റെഡ്യൂസ്ഡ് പോർഫൈറിൻ റിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, വിച്ച് ട്രാൻഷൻ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ ഇന്റൻസ് സോററ്റ് ബാൻഡ് ഇൻ പോർഫൈറിൻ UV വിസിബിൾ സ്പെക്ട്ര? നോക്കുക, നമ്മൾ എന്താണ് നമ്മുടെ മെറ്റലോ പോർഫൈറിൻസിന്റെ കേസിലും പോർഫൈറിന്റെ കേസിലും ഒക്കെ നമ്മൾ സ്പെക്ട്രൽ ഡേറ്റ പഠിച്ചിരുന്നു. സോ സ്പെക്ട്രൽ ഡേറ്റയ്ക്കകത്ത് UV വിസിബിൾ സ്പെക്ട്രയ്ക്കകത്ത് നിങ്ങൾക്ക് 2 ബാൻഡ് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ. ഒരു സോററ്റ് ബാൻഡും അതുപോലെ തന്നെ ഒരു ക്യൂ ബാൻഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ. സോററ്റ് ബാൻഡും അതുപോലെ തന്നെ ക്യൂ ബാൻഡും കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്റൻസ് ആയിട്ടുള്ള സോററ്റ് ബാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ. സോ നോക്കുക, 2 കേസിലും സോററ്റ് ബാൻഡ് ആണെങ്കിലും ക്യൂ ബാൻഡ് ആണെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻഷൻ എന്ന് പറയുന്നത് പൈ ടു പൈസ ട്രാൻഷൻ ആണ് അല്ലേ. പൈ ടു പൈസ ട്രാൻഷൻ ആണ്. പക്ഷേങ്കിൽ നമ്മുടെ ക്യൂ ബാൻഡ് എന്താണ്? വീക്ക് ആയിട്ടുള്ള ബാൻഡാണ്. അത് മെറ്റൽ വരുന്ന സമയത്ത് ആ ബാൻഡ് എന്ത് ചെയ്യുന്നു? ഡിസപ്പിയർ ചെയ്ത് പോവാണ് ചെയ്യുന്നത് അല്ലേ. സോ ഇവിടുത്തെ കേസിൽ ആൻസർ വരുന്നത് ഏതാണ്? പൈ ടു പൈസ ട്രാൻഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഇന്റൻസ് ആയിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ സോററ്റ് ബാൻഡ് അവിടെ ഫോം ചെയ്യുന്നത്. ഞാൻ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ലാംഡ മാക്സ് കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ളത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു കറസ്പോണ്ടിങ് ലാംഡ മാക്സ് ഏത് റേഞ്ചിലാണ് വരുന്നത്? എത്രയായിരുന്നു? സോററ്റ് ബാൻഡുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ലാംഡ മാക്സ് എന്ന് പറയുന്നത് 450 നാനോമീറ്ററാണ് അല്ലേ. 450 നാനോമീറ്ററിലാണ് അതിൻ്റെ ലാംഡ മാക്സ് വരാനായിട്ട് പോവുക. ഓക്കെ, സോ ആൻസർ വരുന്നത് ഏതാണ്? ബി ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ചോദ്യം, വിച്ച് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ കൺവേർട്സ് പോർഫൈർ ഇൻറ്റു ക്ലോറിൻ സിസ്റ്റം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. എന്താ പറഞ്ഞിരുന്നത്? നമ്മുടെ പോർഫൈർ റിങ്ങിന്റെ റെഡ്യൂസ്ഡ് ഫോമിനെയാണ് നമ്മൾ ക്ലോറിൻ റിംഗ് എന്ന് വിളിക്കുന്നത് അല്ലേ. റിഡക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, പോർഫൈറിനകത്ത് 11 ഡബിൾ ബോണ്ടും ക്ലോറിൻ റിങ്ങിനകത്ത് 10 ഡബിൾ ബോണ്ടും എന്ന് പറഞ്ഞിരുന്നു. നോക്കുക, അഡീഷൻ ഓഫ് എക്സ്ട്രാ പൈറോൾ റിംഗ് ആഡ് ചെയ്യുമ്പോഴാണോ? അല്ല അല്ലേ. റിഡക്ഷൻ ഓഫ് 1 പൈറോൾ ഡബിൾ ബോണ്ട് അല്ലേ. ഒരു പൈറോൾ ഡബിൾ ബോണ്ടിന്റെ റിഡക്ഷൻ നടക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? അത് ക്ലോറിൻ റിംഗ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്ലോറിൻ റിംഗിനെ എന്തെന്ന് വിളിക്കുന്നത്? റെഡ്യൂസ്ഡ് പോർഫൈറിൻ റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ ആൻസർ എന്താ വരാനായിട്ട് പോവാം? ബി ആണ് നമ്മളുടെ ആൻസർ വരാനായിട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം, which statement correctly differentiates between hemoglobin and myoglobin? നോക്കുക, ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഹീമോഗ്ലോബിൻ ഈസ് മോണോമെറിക്, മയോഗ്ലോബിൻ ഈസ് ടെട്രാമെറിക് ആണോ? മുമ്പേ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതാണ് ടെട്രാമെറിക്, മയോഗ്ലോബിൻ എന്ന് പറയുന്നതാണ് മോണോമെറിക് അല്ലേ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. സോ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഹീമോഗ്ലോബിൻ ഷോസ് കോപ്പറേറ്റീവ് ബൈൻഡിങ്, മയോഗ്ലോബിൻ ഡസ് നോട്ട്. അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബൈൻഡിങ് കാണിക്കുന്നു, മയോഗ്ലോബിൻ എന്ത് കാണിക്കത്തില്ല? കോപ്പറേറ്റീവ് ബൈൻഡിങ് കാണിക്കത്തില്ല. നെക്സ്റ്റ്, മയോഗ്ലോബിൻ ട്രാൻസ്പോർട്ട് അല്ല, മയോഗ്ലോബിൻ എന്ത് ചെയ്യത്തില്ല? ട്രാൻസ്പോർട്ട് അല്ല, സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത് അല്ലേ. സോ തിരിച്ചാണ് വരേണ്ടത്. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞ മയോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ സ്റ്റോറേജ് ആണ് മയോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഹീമോഗ്ലോബിൻ ആണെങ്കിലോ, ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അയാളാണ് ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ കാരിയർ ആയിട്ട് അയാൾ വർക്ക് ചെയ്യാനായിട്ട് പോകും. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വരാനായിട്ട് പോകുക. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിയേ, ബോത്ത് ഷോ ഐഡന്റിക്കൽ O2 ബൈൻഡിങ് കർവ് ആണോ? നിങ്ങൾ ബൈൻഡിങ് കർവ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ബൈൻഡിങ് കർവ്സ്. സോ അല്ല, നിങ്ങൾക്ക് അറിയാം, ഹീമോഗ്ലോബിന്റെ കേസിൽ നിങ്ങൾക്ക് ഒരു സിഗ്മോയിഡൽ ബൈൻഡിങ് കർവ് ആണ് കിട്ടാനായിട്ട് പോകുക അല്ലെ. സിഗ്മോയിഡൽ അല്ലെങ്കിൽ എസ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബൈൻഡിങ് കർവ് ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുക. ദെൻ മയോഗ്ലോബിൻ ആണെങ്കിലോ, മയോഗ്ലോബിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഒരു കർവ് ആണ് കിട്ടാനായിട്ട് പോകുക അല്ലെ. ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഒരു കർവ് ആണ് കിട്ടാനായിട്ട് പോകുക. സോ ഹീമോഗ്ലോബിന്റെ കേസിൽ നമുക്ക് സിഗ്മോയിഡൽ കർവ് ആണ് കിട്ടുന്നത്, ആൻഡ് മയോഗ്ലോബിന്റെ കേസിൽ നമുക്ക് ഒരു ഹൈപ്പർബോളിക് കർവ് ആണ് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ കുറച്ചധികം പോയിന്റുകൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരുന്നത്? ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് അല്ലേ. സോ ഹീമോഗ്ലോബിൻ ഷോസ് കോപ്പറേറ്റീവ് ബൈൻഡിങ്, മയോഗ്ലോബിൻ ഡസ് നോട്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരുന്നത്. സോ ഓർത്തിരിക്കുക. സോ ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഹീമോഗ്ലോബിനെ കുറിച്ച് മയോഗ്ലോബിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, സോ ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും കമ്പയർ ചെയ്യുന്ന ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു. ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ്, ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. മയോഗ്ലോബിന്റെ ഫംഗ്ഷൻ ഓക്സിജൻ സ്റ്റോറേജ് ആണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇവരുടെ ഓക്സിജൻ ബൈൻഡിങ് കർവിന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ,
സോ മയോഗ്ലോബിന്റെ കേസിൽ എന്താണ് ഹൈപ്പർബോളിക് ആയിട്ടുള്ള കർവാണ്. ഇനി ഹീമോഗ്ലോബിൻ ആണെങ്കിലോ എന്താണ് സിഗ്മോയിഡൽ കർവാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് പ്രോട്ടീൻ ഹാസ് ഹൈ അഫിനിറ്റി ഫോർ ഓക്സിജൻ അറ്റ് ലോ പാർഷ്യൽ പ്രഷർ? നോക്കി, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ നമുക്ക് കാണാം. ഓക്കെ, സോ നമ്മൾ ബേസിക്കലി ഈ ഒരു ബൈൻഡിങ് കർവ് പഠിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് സ്ഥലങ്ങളെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഒന്ന് നമ്മുടെ ലങ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, ലങ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ ലങ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ എടുക്കുന്നു, ബ്ലഡ് സ്ട്രീമിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മസിൽ ടിഷ്യൂസിൽ വരുന്നു, ഓക്സിജൻ മയോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റോർ ചെയ്യുന്നു. സോ ലങ്സിൽ നിങ്ങൾ നോക്കുക പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എങ്ങനെയാണ്, ദെൻ അവിടുത്തെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നോക്കുക. ഇവിടുത്തെ കേസിൽ നിങ്ങൾക്കറിയാം ലങ്സിൽ എന്താണ് നമ്മുടെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുപോലെ എന്താണ് ലോ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആയിരിക്കും നമ്മുടെ ലങ്സിലെ കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഇത് നിങ്ങൾ ലങ്സിൽ ഇങ്ങനെയാണ്. ഓക്കെ, ലങ്സിൽ എങ്ങനെയാണ് ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആയിരിക്കും, ദെൻ ലോ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആയിരിക്കും സംഭവിക്കാൻ പോകും. ഇനി നമ്മുടെ രണ്ടാമത് ടിഷ്യൂസിനെ കുറിച്ചാണ്. ടിഷ്യൂസിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. സോ ടിഷ്യൂസിൽ എന്താണ് ലോ കോൺസെൻട്രേഷൻ ഓഫ് അല്ലെങ്കിൽ ലോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആയിരിക്കും, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആയിരിക്കും വരാനായിട്ട് പോവാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് pH അല്ലേ, എന്തായിരിക്കും ലോ pH ആയിരിക്കും ഇവിടെ ഉണ്ടാകാനായിട്ട് പോകുക. കാരണം നിങ്ങൾക്കറിയാം ബൈൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് pHും ഉണ്ട്. സോ ഹീമോഗ്ലോബിന്റെ കേസിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് pH ഡിപ്പെൻഡന്റ് ആണ് അല്ലെ, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് pH ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ഡിപ്പെൻഡന്റ് ആണ്. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇയാൾ pH ഇൻഡിപെൻഡന്റ് ആണ്. സോ ഈ രണ്ട് സ്റ്റേറ്റുകൾ നിങ്ങൾ നോക്കുക. ലങ്സിൽ എന്താണ്, ലങ്സിൽ നിങ്ങൾ ഓർത്തിരിക്കുക രണ്ട് പോയിന്റ്, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ആയിരിക്കും, അതുപോലെ തന്നെ ലോ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആയിരിക്കും. ഇനി ടിഷ്യൂസിലോ നോക്കിയേ, ലോ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആയിരിക്കും. ഒരു പോയിന്റ് എക്സ്ട്രാ ഓർത്തിരിക്കണം, അവിടെ ലോ pH ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകാം. സോ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നോക്കിയേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ദ പ്രോട്ടീൻ വിച്ച് ഹാസ് ഹയർ അഫിനിറ്റി ഫോർ ഓക്സിജൻ അറ്റ് ലോ പാർഷ്യൽ പ്രഷർ. നോക്കിയേ, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ നോക്കി, നിങ്ങൾ ആ പാർഷ്യൽ പ്രഷർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഹൈ അഫിനിറ്റി ഫോർ ഓക്സിജൻ അറ്റ് എന്താണ് ലോ പാർഷ്യൽ പ്രഷർ എന്നുള്ളതാണ് അല്ലേ. സോ നോക്കാം, ഹീമോഗ്ലോബിൻ മയോഗ്ലോബിൻ ബോത്ത് ഈക്വൽ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ എന്നുള്ളതാണ്. നോക്കാം, ഹയർ അഫിനിറ്റി ഫോർ ഓക്സിജൻ അറ്റ് ലോ പാർഷ്യൽ പ്രഷർ. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ലോ ആവുന്ന സമയത്ത് ആർക്കായിരിക്കും ഹയർ അഫിനിറ്റി ഉണ്ടാകാനായിട്ട് പോവുക? നോക്കുക, ലോ പാർഷ്യൽ പ്രഷർ എവിടെ ഓക്സിജൻ വരുന്നത്, ലോ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ എവിടെ വരുന്നത്, ടിഷ്യൂസിലാണ്. ടിഷ്യൂസിൽ ആരാ ഉള്ളത്, ടിഷ്യൂസിൽ മയോഗ്ലോബിൻ ആണ് അല്ലേ. സോ